ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലിയക്കരയാണ് കേട്ടോ. ചാലിയക്കരയിൽ നേരെ നമ്മൾ ഫോറസ്റ്റ് വഴി നമ്മളൊരു യാത്രയാണ്. നമ്മളിതിലേക്ക് വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. ഇപ്പം മഴക്കാലത്തൊന്നും കൂടെ ഒന്ന് ഇറങ്ങിയത്. ഇപ്പം നല്ല അടിപൊളി കാലാവസ്ഥയാണല്ലോ, നല്ല മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പം മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കാട്ടിൽ ഒരു യാത്ര. അപ്പോൾ ഈ കാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാട്ടിലൂടെയുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലിയക്കര എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പാലം കേട്ടോ. ഇത് പുതിയ പാലമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പോയത് എനിക്കൊന്ന് ഒരു കൊല്ലത്തോളം ആവും, 6-7 മാസം ആവും. അപ്പം അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു കാട് വൈബിലുള്ള ഒരു വീഡിയോ എന്ന് വരും. നമ്മൾ കാട്ടിൽ കൂടെ പോകുന്ന ഒരു അടിപൊളി യാത്രാ വീഡിയോ ആണെന്ന്. ഇവിടെയൊക്കെ ഇപ്പം വെയിലായി കേട്ടോ, നല്ല വെയിലുണ്ട്. കണ്ട അടിപൊളി ഒരു ആറാണ്, നല്ല വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ താഴ്ച കുറവാണ് കേട്ടോ, ഒട്ടും താഴ്ചയില്ല എന്ന് പറയാം. അതാണ് കുളിക്കാമെന്ന് പറഞ്ഞത്. എന്നും പറഞ്ഞ് ആരും വന്ന് ഇറങ്ങിയൊന്നും വേണ്ട, അപകടങ്ങളൊക്കെ കാണും. അതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഉള്ളവരൊക്കെ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് കണ്ടോ, മുണ്ടൊക്കെ കഴുകുന്ന കല്ലുകളൊക്കെ കേട്ടോ. അവിടെ കണ്ടോ ഒരു ഭയങ്കരമായ മുളം കൂട്ടം നിൽക്കുന്നുണ്ടോ. ഇവിടെ ഫുള്ളും മുളയാന്ന് തോന്നുന്നു. ഇവിടെ നല്ല കൂളിങ് കേട്ടോ, നല്ല തണുപ്പ്. ഇങ്ങോട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് നല്ല ഫ്രഷ് തണുപ്പ്, അടിപൊളി തണുപ്പ്. അങ്ങോട്ടൊക്കെ ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ്, എന്തായാലും കൊള്ളാം. ഞാൻ അന്ന് വന്നപ്പോൾ ഈ പാലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വാഹനങ്ങളൊന്നും അല്ല, വീട്ടിലോട്ടൊക്കെ ഉള്ള വഴിയാന്ന് തോന്നുന്നു. പിന്നെ ഈ ചെറിയ ആട്ടോയും അത് ഇതൊക്കെ പോകത്തുള്ളൂ ഇതിൽ. അപ്പോൾ ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മളിനി നേരെ പോകുന്നത് ചാലിയക്കര ജംഗ്ഷനിലാണ്. അവിടെ നമ്മൾ നേരെ അങ്ങ് മാമ്പഴത്തറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നത് അവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ പുനലൂരിൽ നിന്ന് കയറി നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ റോഡൊക്കെ താണ്ട് കണക്ക് വീതി കൂട്ടാൻ വേണ്ടി മെറ്റിലൊക്കെ ഇളക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുമ്പ് വന്നപ്പം ഇത്രയും വീതിയില്ലായിരുന്നു ഈ റോഡ്. ഇപ്പോൾ അടിപൊളി വീതിയാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ചാലിയക്കര 2 പള്ളിയുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട്, അപ്പുറത്ത് ഇവിടെയും ഒരു പള്ളിയുണ്ട്. പിന്നെ 2 ചർച്ച് അവിടെ ഉണ്ട്. അപ്പം ചാലിയക്കര അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇതെല്ലാം ഫോറസ്റ്റാണിത്. അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ കനാല്. അപ്പം അത് നല്ലൊരു കാഴ്ചയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഫുള്ളും റോഡ് കട്ടറാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. നല്ല മഴയുടെ ഒരു കോളുണ്ട് കേട്ടോ. ഇവിടെ വേറെ വണ്ടികളൊന്നും കണ്ടില്ല, ആരും വരുന്നതായിട്ടൊന്നും കണ്ടില്ല. മുമ്പ് ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഈ വന്ന സ്ഥലമല്ല, നമ്മൾ മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു പാലമല്ല, ഒരു ചെറിയ ഒരു സംഭവം. മൊത്തം പായലൊക്കെ പിടിച്ച് പ്രേതാലയം കണക്കിരിക്കുന്നു പാലം കണ്ടിട്ട്.
ചാലിയേക്കര ഫാക്ടറിയൊക്കെ അവിടെയാണ് കേട്ടോ. താഴോട്ട് റോഡ് കാണുന്നുണ്ട് കണ്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മരങ്ങൾ മറവിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ ഫുള്ള് പച്ചപ്പ് നോക്കേ. അപ്പോൾ ചാലിയേക്കര ഫാക്ടറിയൊക്കെ അവിടെയാണ്. മനോഹരമായ ഈ പാലം കണ്ടോ. ഇത് പാലമല്ല, ഇത് ഒരു കനാലാണ്. ഇതിൻ്റെ അടിയിൽ അപ്ഡേറ്റ് ആണ്. ഇത് വെള്ളം ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പാലം കണക്കെ തോന്നും. ഒരു കനാലാണിത്. ഒരു മഴയും കൂടെ പെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. മഴയും പെയ്ത് നമ്മളിങ്ങനെ പോകണം. മഴയത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കോട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നനഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. കോട്ടൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയും പോണ റോഡൊന്നുമല്ല, കനാലിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മളന്ന് അച്ചൻകോല് വന്നപ്പം ഇത്ര ഇതില്ലായിരുന്നു കേട്ടോ. ഇത്രയും മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അച്ചൻകോല് വന്നപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല. അച്ചൻകോല് വന്നു, അത് മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ആ വീഡിയോ കിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതാണ് മാമ്പഴത്തറയിലോട്ട്. അപ്പോൾ നേരെ പോയാൽ തെന്മല പോവാം. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മാമ്പഴത്തറയ്ക്ക് പോവാം. ഇപ്പം മാമ്പഴത്തറയിലേക്കുള്ള ചാലിയേക്കരയിലേക്കുള്ള ബസ്സൊക്കെ വരുന്നത് അവസാന സ്റ്റോപ്പാണിത്. ചാലിയേക്കരയിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്ന് നിർത്തുന്ന അവസാനത്തെ സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താണ്ട ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ട് കൊണ്ട് മൊത്തം പൈനാപ്പിൾ തോട്ടങ്ങളായി. നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. കാടൊന്നുമില്ല. സംഭവം എന്ന് പറയാൻ വയ്യ. കാടൊന്നും വേണ്ടെന്നൊന്നുമില്ല. കാടെല്ലാം വെട്ടിത്തെളിച്ചു. വളരെ റിസ്ക്കാണ് കേട്ടോ. റിസ്ക്കി ആയിട്ടുള്ള റോഡാണ്. അതുമല്ല റോഡും കൊള്ളില്ല. പിന്നെ ഫുള്ളും ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. ഫുള്ളും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് വഴി ചോദിച്ചു ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നോക്കി പോകണം. അങ്ങനെ മഴ തുടങ്ങി സുഹൃത്തുക്കളെ. മഴ തുടങ്ങി. വേണ്ട അടിപൊളി മഴ തുടങ്ങി. ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റാണ് കേട്ടോ. എനിക്കൊന്ന് മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഈ മൃഗങ്ങളൊന്നും ഇറങ്ങി വരത്തില്ല എന്ന് തോന്നുന്നു. ആനയൊന്നും കാണാതിരിക്കട്ടെ. നമ്മുടെ യാത്രയിലൊക്കെ നമ്മൾ ആനയൊന്നും തൊട്ട് മുന്നിൽ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ പണിയാണ്. പെട്ടെന്ന് ബൈക്കൊന്നും നമുക്ക് തിരിക്കാനൊക്കത്തില്ല. പെട്ടെന്ന് ഈ പൾസർ 180 ഒടുപോലും ഇല്ലാത്ത വണ്ടിയാണ്. തിരിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളാണെങ്കിൽ രണ്ട് യാത്രക്കാരങ്ങനെ ഇറങ്ങാനിറങ്ങിയതാണ്. ഇവിടെ ആന ഇറങ്ങുന്ന ഒരു ഭയങ്കര സ്ഥലമാണ്. നമ്മളിവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നോക്കിക്കോളാം. ലോങ് കുറച്ച് നോക്കി വേണം ഇവിടെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകാം. തൊട്ടടുത്തടുത്തായിട്ട് നമ്മൾ നോക്കരുത്. കുറച്ച് ലോങ് നോക്കിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ഞാൻ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റിനാണല്ലോ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് നോക്കുന്നതാണ്. തൊട്ട് മുന്നിൽ ആനയെ കാണുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഇട്ടിട്ട് ഓടാനും പറ്റത്തില്ല. കിതച്ച് അതിൻ്റെ മുമ്പിൽ വീഴുന്നുണ്ട്.
കുറച്ച് ലോങ്ങൊക്കെ ആയിട്ട് വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് മൊത്തം തേക്കും കാടാണ് കേട്ടോ. ഫുള്ള് ചെറിയ ചെറിയ തേക്കും മരങ്ങളൊക്കെയാണ്. ഇതൊരു 1.5 കൊല്ലമൊക്കെ ആയിട്ടേ ഉള്ളൂ. 1-2 കൊല്ലത്തിനകത്താകെ നമ്മളൊന്നിനെയും കണ്ടില്ല കേട്ടോ. ഇവിടെയാണ് ഫുള്ള് ആന നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ആ ഒരു വ്യൂ നോക്കുന്നത് കാടും അടിപൊളിയാന്ന് നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ആനയെ കണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കാട്ടിനകത്തോട്ട് കയറി പോകുന്നതായിട്ട് ക്യാമറ ഓഫായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഈ വഴിയൊക്കെ ഇതേ കണക്ക് മൊത്തം ചെളിയും കട്ടറുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്തു ഈ വഴിയൊക്കെ. കുഴപ്പമില്ല, അടിപൊളി വഴിയായി. അവിടെ അത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. അച്ചൻകോവിൽ വീടൊക്കെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാമ്പഴത്തറയിലോട്ട് അങ്ങനെ പോവുകയാണ്. ഫുള്ള് മൊത്തം കട്ടർ റോഡാണ്. കോൺക്രീറ്റൊക്കെ ഇട്ട് താണ്ട വിണ്ട് കീറി ഫുള്ള് കട്ടറാണ്. കട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കട്ടർ. ഓഫ് റോഡ് പ്രതീക്ഷിച്ച് വരുന്നവരില്ല, ഇവിടെ വന്നാൽ മതി. നമ്മളങ്ങനെ കാട്ടിലോട്ട് കയറി സുഹൃത്തുക്കളെ. ഇനി നമ്മൾ കുറച്ച് നേരം ഈ കാട് വൈബായിരിക്കും. നോക്കൂ കാണ്ട എന്താ ഭംഗിയെന്ന് നോക്കാം. അവിടെ നിന്ന് കാറ് വരുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങുന്ന ദിവസമാണ് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്. ഇന്ന് ഫുള്ളും കറങ്ങാനായിട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയാണ്. ഒരുപാട് വണ്ടി. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ടൂറിസ്റ്റുകളെ ഇന്ന് കാണുന്നത് തന്നെ. ഈ റൂട്ടൊക്കെ വന്നാൽ മിക്കവാറും ആരും കാണത്തില്ല. ഇതൊരു പേടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു മഴയും കൂടെ പെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു മഴ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ അവിടെയൊക്കെ മഴയൊക്കെ ചാറിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് കാട്ടിലൊക്കെ നല്ല മഴയായിരിക്കും, നല്ല ആംബിയൻസ് ആയിരിക്കും, നല്ല മഞ്ഞൊക്കെ മൂടിയൊക്കെ കിടക്കുന്നു കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഇറങ്ങിയിട്ട്. അതിൻ്റെ എലിഫൻറ്റ് ക്രോസിങ് അതിൻ്റെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ആന ക്രോസ് ചെയ്തിട്ട് നമുക്ക് മാറി നിൽക്കാം. ആന പോയിട്ട് പോകും. അങ്ങനെ രണ്ടാമത്തെ കാറും കണ്ടു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിലാട്ടോ. നമ്മൾ അച്ചൻകോവിൽ പോകുന്ന കണക്കുള്ള കാടല്ല ഇത്. അതിനേക്കാളും നല്ല തിക്ക് ഫോറസ്റ്റാണ്. പിന്നെ ഡേഞ്ചറസ് സ്ഥലമാണ്. അച്ചൻകോവിൽ ആരെങ്കിലുമൊക്കെ കാണും. ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും കാണത്തില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടൊക്കെ വരുമ്പോൾ എന്താണ്ട് ആനപ്പിണ്ടൊക്കെ കണ്ടു തുടങ്ങി സുഹൃത്തുക്കളെ. റോഡ് മൊത്തം ആനപ്പിണ്ടാണ്. ഈ റൂട്ട് വരുമ്പം എല്ലാവരും വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലോങ് വണ്ടി ഓടിച്ചെന്ന് വരുമ്പോൾ കുറച്ച് ലോങ് നോക്കി വേണം വരാൻ. എന്നിട്ട് വണ്ടി നിർത്തരുത്. പിന്നെ ഈ കാട്ടിലോട്ടൊന്നും ഇറങ്ങി ആരും പോകരുത്. കാരണം കേസെടുക്കും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഫോറസ്റ്റിലൊക്കെ വരുമ്പോൾ വരാൻ. കണ്ട് അങ്ങ് പോവുക. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വലിച്ചു വാരി എറിയരുത്. അതുകൊണ്ട് ഇവിടെ
തടി മുമ്പ് വരുമ്പോൾ ഇവിടെ തടിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ തടിയൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നത് നമ്മൾ അച്ഛൻ കോവിൽ പോകുന്ന കണക്കുള്ള ആ ഒരു ഇത്. അതുകൊണ്ട് മരത്തിൻ്റെ മണ്ടയിലൊരു ഏർമാടം കണ്ടോ. പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, പിള്ളേർ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് നിൽക്കുന്നത്. ഒരു 10-15 പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ കാടിനകത്ത് വന്നിട്ട് അവർ അങ്ങനെ അവിടെ ഇറങ്ങി നിൽക്കരുത്. ടൂറിസ്റ്റ് പ്ലേസൊന്നും അല്ല ഇത്. ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു പോകാം. അല്ലാതെ ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ആന വന്നാൽ ഓടാൻ പോലും പറ്റത്തില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആനയുടെ മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെട്ടതാണ് നമ്മൾ. അതിൻ്റെ മുമ്പിൽ നമ്മൾ കുഴഞ്ഞ് വീണ് പോകും. നമ്മൾ ഓടി കിതച്ചിട്ട് കുഴഞ്ഞ് വീണ് പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നടക്കത്തില്ല. നമുക്ക് കാറിൻ്റെ പുറത്തൊക്കെ കാറി നടക്കത്തില്ല. കുണുങ്ങി പോകുന്ന കാറുകളല്ല. അപ്പം ഈ 2 കാറുണ്ട്. അവിടുത്തെ വ്യൂ നോക്ക് സുഹൃത്തുക്കളെ. വെള്ളച്ചാട്ടം, അടിപൊളി മനോഹരമായ കാഴ്ച നോക്കാം. ഞാൻ കാഴ്ച കാണിക്കുകയും ചെയ്യണം. റോഡ് നോക്കിക്കണം കേട്ടോ. വേറൊന്നും തോന്നരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിപ്പോവും. ആ മലയുടെ മുകളിൽ കണ്ടോ, അടിപൊളി കാണിച്ചു കാണാം. നമ്മുടെ ഓഫ് റോഡൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലേ വരാം. അവിടെയൊക്കെ മലയുടെ മുകളിലെല്ലാം ഫുള്ള് വെള്ളച്ചാട്ടം കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടം. അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല. എല്ലാം കൊടും കാട്ടിനകത്താണ്, റിസർവ് ഫോറസ്റ്റിനകത്താണ് അതൊക്കെ. റോഡിൻ്റെ അവസ്ഥ കണ്ടോ. ഇതാണിപ്പം മാമ്പഴത്തറയിലോട്ട് പോകുന്ന റോഡിൻ്റെ അവസ്ഥ. ഇതൊക്കെ ഒരു വൈബാണ്. ഇങ്ങനെയൊക്കെ പോകണ്ടേ. നമ്മൾ കാട്ടിലൊക്കെ വരുമ്പം ഇങ്ങനെയൊക്കെ റോഡ് കുഴപ്പമില്ല. കട്ടറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. നമ്മൾ ഹൈവേയിലൊക്കെ കിടക്കുമ്പോഴേ അപകടമാണല്ലോ അത്. ഇതിപ്പോൾ റോഡിൻ്റെ പണി കണ്ട് തുടങ്ങും കേട്ടോ. റോഡൊക്കെ വൃത്തിയാക്കി ചെയ്യും. പിള്ളേരാണ് കേട്ടോ. പിള്ളേർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. വണ്ടിയെ കൊണ്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനൊക്കെ വന്ന് ഇവിടെ നിന്ന് വീഡിയോ എടുത്തായിരുന്നു. അതിനകത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ആ വീഡിയോ കണ്ട് പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബൊക്കെ ചെയ്ത്. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഇപ്പം ഒരുവിധം നല്ല റോഡായിട്ടുണ്ട് കേട്ടോ.
ഞാൻ വിചാരിച്ചു ഏതാണ്ട് ആനപ്പിണ്ടോ ആനപ്പിണ്ട സുഹൃത്തുക്കളെ ഫോറസ്റ്റിൻ്റെ ജീപ്പാന്ന് വിചാരിച്ചു. അത് ഇറങ്ങാൻ വന്നോമാർ. നമ്മളെ മുന്നിലൊരു ആന കാണരുതെന്ന് പറഞ്ഞാൽ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ദൂരെയൊക്കെ നിൽക്കുന്നത് കുഴപ്പമില്ല, നമുക്ക് അടുത്തൊക്കെ ഈ റോഡിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പടിഞ്ഞ് വാളും, പിന്നെ അത് ചവിട്ടിക്കൂട്ടിയിട്ട് പോകും. അവിടെ ആനപ്പിണ്ടമാണ്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഫോറസ്റ്റ് തീരാറായി കേട്ടോ. ഈ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും നിന്നാൽ കാണാൻ പറ്റും. 6 മണി കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ അലോഡല്ല, റോഡിൽ കൂടെ വിടത്തില്ല. 6 നാട് ആനപ്പിണ്ടാണ്. റോഡ് ഫുള്ള് ആനയുടെ ഒരു വികാര കേന്ദ്രമാണ് ഇത്. നല്ല ആനക്കുഞ്ഞും ആനയും റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ട്. ഓഫ് റോഡൊക്കെ മാറി ഇപ്പോൾ വിട്ട് പോവാം. ഇവിടെ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. ഞാൻ തോർത്തെടുത്തില്ല, എവിടെയെങ്കിലും ഒന്ന് കുളിക്കാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. തോർത്തെടുത്തില്ല. നമ്മളെ റോസ്മല പോകുമ്പോൾ ഇതേ കണക്ക് ഒരുപാട് അരുവികൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകും. നല്ല ഭംഗിയാണ് അത് കാണാൻ. നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റി ഇങ്ങനെ പോകുന്നത് അടിപൊളിയാണ്. നമുക്ക് റോസ്മലയൊക്കെ ഇങ്ങനെ പോകാം. മഴയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ റോസ്മല പോകാൻ ഒരു വൈബാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഉണക്കത്തൊക്കെ പോയായിരുന്നു. അതുപോലെ ഉണക്കത്ത് പോയാൽ ഒരു ശരിയാവത്തില്ല, അത്ര ഒരു ഫീലുണ്ടാവില്ല. അപ്പം മഴയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കണക്ക് ഒരുപാട് ഇത് വെള്ളമൊന്നും ഇല്ലല്ലോ, ചെറുതായിട്ടില്ല. മറ്റേ നല്ല വെള്ളമാണ് കേട്ടോ. നമ്മളൊരു ചെറിയ അരുവി ഇങ്ങനെ നീന്തി കയറുന്നതിരിക്കും. എനിക്ക് കാട്ടിലോട്ടൊന്നും നോക്കാൻ പറ്റത്തില്ല കേട്ടോ. കാട്ടിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഇങ്ങനെ നേരെ നോക്കി പോണത് കൊണ്ടായിരിക്കും. നമ്മൾ നേരെ ഒന്നും ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. വണ്ടി കയ്യിൽ പോകും. നമ്മളങ്ങനെ ആ വലിയ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അങ്ങനെ മാമ്പഴത്തറ എത്താറായിട്ട് കേട്ടോ. ആ വ്യൂ പോയിൻ്റ് അല്ല, അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ഗ്രാമങ്ങളൊക്കെ വീടുകളൊക്കെ. അപ്പം നമ്മൾ അവിടെ എത്താറായി. അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു മാമ്പഴത്തറ ശ്രീ ഭഗവതി ക്ഷേത്രം. ഇതൊക്കെ മാമ്പഴത്തറയാണ് കേട്ടോ. തിരുമല ഗ്രാമപഞ്ചായത്ത് മാമ്പഴത്തറ. അപ്പോൾ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് അത് കാണുന്നത്, ആ കടയൊക്കെ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ വെള്ളമോ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. ചെറിയ കടയൊക്കെ ഉണ്ടോ. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡ് സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെന്നങ്ങോട്ട് കയറുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്. ഒരു പൈനാപ്പിൾ തോട്ടം. അപ്പോൾ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ. കമൻറ്റും ചെയ്തേക്കും. അപ്പോൾ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. വെയിറ്റ് ഷെഡിൽ വന്നൊരു 10 മിനിറ്റ് ഇരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ അല്ല, ഈ പൈനാപ്പിളിൻ്റെ തോട്ടങ്ങൾ അങ്ങോട്ടൊക്കെ ഫോറസ്റ്റാണ് കേട്ടോ. ഫുള്ള് ഫോറസ്റ്റാണ്. ഇവിടുത്തെ ഒരു വൈബ് ഇതാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ ഇതാണ്. കാട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. ഇനി കാടൊക്കെ കുറച്ച് ഉള്ളിലോട്ടാണ്. ഇതിപ്പോൾ റോഡും കുറച്ച് ഈ ഇതാണ് പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ. അതിൻ്റെ അങ്ങോട്ടൊക്കെ കാടാണ്, ആ ഫോറസ്റ്റൊക്കെയാണ് അതൊക്കെ. ഇവിടെ വന്നിരുന്നിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നത് സൂപ്പർ കാറ്റുണ്ട്. എന്തായാലും നമുക്ക് പോവാം, മുമ്പോട്ട് പോവാം. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. ആ കാടിറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. മൊത്തം കട്ടറാണല്ലോ, അപ്പം പതുക്കെ വരാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട്
യാത്ര ചെയ്ത് പോവാം. ഇപ്പോൾ ഞാനായി ഇരുന്ന സ്ഥലത്തൊരു ചേച്ചി ചക്കയായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചിവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം ഇത് അതേ ഉള്ളെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഫുള്ളും ആനയാണ്. രാത്രി എപ്പോഴാണ് വരുന്നതെന്ന് ഉണ്ടാകത്തില്ല. എപ്പോഴും വന്ന് ഇതേണക്ക് ചക്കയും അങ്ങനെ എല്ലാം പറിച്ച് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അവർ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. ഇത് താല്പര്യമില്ല. അങ്ങനെയെല്ലാം പറിച്ചുകൊണ്ട് പോകുന്നതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ 2 വീടിന് അപ്പുറത്തൊരു വീട്ടിൽ നിന്ന് പട്ടിയെ പുലി വിളിച്ചുകൊണ്ട് പോയി. പട്ടിയെ കൊണ്ടുപോയി. അപ്പോൾ പുലി ഇറങ്ങുന്ന ഡേഞ്ചറസ് സ്ഥലമാണ് കേട്ടോ. എവിടെ നിന്ന് വരുന്നു? കൊല്ലോ എന്ന് പറഞ്ഞാൽ ആനയെ ഉള്ളെന്ന്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് അവിടെ ഒരു വീട്ടിൽ വന്നിട്ട് പുലി വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോയി. ഞാൻ ഇരുന്നില്ല ഒരു വെയിറ്റിംഗ് ഷെഡ് അതിൻ്റെ മുകളിൽ. പുലി വന്ന് പിടിച്ചോണ്ട് പോയെന്ന്. ഏതാ നല്ല, ഞാൻ ഇന്നാൾ വന്നപ്പോൾ കുളിച്ചായിരുന്നു പോലെ. അവിടെ നല്ല വെള്ളമാണ്. തോർത്തെടുത്ത് വെച്ചതാ, പിന്നെ മറന്നുപോയി. അല്ലെ അവിടെ കുളിക്കാമെന്ന് പറയും, തോർത്തെടുത്ത് വെച്ചേ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലേ കുളിക്കാൻ പറ്റും. കൊല്ലത്തെവിടാ? ശാസ്താംകോട്ടല്ലേ. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം കണ്ടു കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലം. ഞാൻ ഇന്നാൾ വന്ന് കുളിച്ചത് ഇവിടെ അല്ല, അത് കുറച്ച് അപ്പുറത്തോട്ട് വന്ന് കുളിച്ചായിരുന്നു. അടിപൊളി ഒരു സ്ഥലം. ഇവിടെ കുറേ കാടൊക്കെ വെട്ടി തെളിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് കാല് നനയ്ക്കാം, മുഖമൊക്കെ ഒന്ന് കഴുകാം. എന്തായാലും നോക്കാം, മുഖം കഴുകുക. നല്ല ചൂടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിൽ, അടിപൊളി വെയിൽ. പക്ഷെ നല്ല അടിപൊളി വെള്ളം കേട്ടോ. നല്ല കണ്ണുനീര് കണക്കുള്ള വെള്ളം. നല്ല അടിപൊളി വെള്ളം കേട്ടോ. സൂപ്പർ വെള്ളം. കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ലതുപോലെ കുളിക്കുക. ഇവിടെ നിന്ന് താഴ്ചയൊന്നുമില്ല, നമുക്കിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താ പറയുക, ഞാൻ ഈ തോർത്തൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ ഒന്ന് കുളിക്കാൻ പറ്റും. മീനൊക്കെ ഉണ്ട്. അടിപൊളി. എന്നാ തണുപ്പ്. ഫാൻ്റെ കുറച്ചും കൂടെ പൊക്ക. അടിപൊളി തണുപ്പ്. വല്ലാതെ പണിയായി. തോർത്തെടുത്തോണ്ട് വന്നേരം ഒന്ന് കുളിക്കായിരുന്നു. ഇവിടെയൊക്കെ താണ്ട ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു താണ്ട ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര താഴ്ചയേ ഉള്ളൂ. ഇത്രയും വരത്തേ ഉള്ളൂ. എൻ്റെ ഇത്രയും കാണത്തേ ഉള്ളൂ വെള്ളം. നമുക്കിവിടെയൊക്കെ ഇറങ്ങി നന്നായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല ചെറിയ രീതിയിൽ ഒഴുക്കൊക്കെ ഉള്ള വെള്ളം. പുലിയൊക്കെ വന്നാൽ അറിയത്തില്ല. കാരണം വെച്ചാൽ അവിടെയൊക്കെ നല്ല കാടാണ് അവിടെയൊക്കെ കേട്ടോ. അവിടെയൊക്കെ എന്തെങ്കിലും നിന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. ആനയും പുലിയൊക്കെ ഉള്ള ഡേഞ്ചർ സ്ഥലമാണ്. നല്ല ചൂട്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 3-4 ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എവിടെ ഇരുന്ന് കഴിക്കായിരുന്നു. ഇപ്പോൾ 1 മണി കഴിഞ്ഞു, 1:30 മണിയായി. അടിപൊളി ചൂടാന്ന് വെച്ചാൽ അടിപൊളി ചൂട്. പാൻറ് കുറച്ച് നനഞ്ഞ കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു തുള്ളി മഴ പോലും വീണില്ല. നല്ല വെയിൽ. ഒരു മഴയൊക്കെ പെയ്യുമെന്നും പറഞ്ഞാണ് നമ്മളിന്ന് യാത്ര ഇറങ്ങിയത് തന്നെ. കാരണം മഴയൊന്നുമില്ല ഇവിടെ. മഴ പെയ്തിട്ടുണ്ട്. ഇല്ല, ഇന്നൊന്നും മഴ പെയ്തില്ല. ഇന്നലെയും പിന്നെ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. രാത്രിയൊന്നും മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. അതാണ് ഇവിടെയൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. നമ്മൾ വന്ന വഴിയൊക്കെ മഴയുണ്ടായിരുന്നു. വീടിൻ്റെ ഇവിടെ ഒരു പഴയ റബ്ബറൊക്കെ ഇരിക്കുന്ന ഒരു വിഷയം അങ്ങനെയല്ലേ പറയുന്നത്. അവിടെ ഒരു കുളിക്കടവൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ. ഞാൻ ഹെൽമെറ്റ് വെക്കി വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ഫുള്ളും പൈനാപ്പിൾ തോട്ടമാണ് 2 സൈഡിലും. മനോഹരമായ സ്ഥലമാണ്. മുമ്പൊക്കെ ഇവിടെ ഒരു ഭയങ്കര റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ. ഞാൻ മുമ്പൊക്കെ വരുമ്പോഴേ റബ്ബറും തോട്ടമാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളി. അതുകൊണ്ട് അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഇവിടെ എല്ലാം പൈനാപ്പിൾ തോട്ടമാണ് സുഹൃത്തുക്കളെ. പൈനാപ്പിൾ നോക്കൂ, ദാണ്ട ഇത് കണ്ടോ, അടിപൊളി സ്ഥലം. ഫുള്ള് പൈനാപ്പിൾ തോട്ടം. അവിടെ ഒരു
നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ചിത്രശലഭങ്ങൾ ഈ പച്ച കളറിലുള്ളത് എല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ ഇരിക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിൽ നിന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പറന്നു പോകും. നമുക്കിവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അരുവിയല്ല, ഒരു ചെറിയ ചവിട്ടി അങ്ങ് അപ്പുറത്ത് പോകും. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് പറന്നു പോകണം. ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചോ. സൂപ്പർ സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം, കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലങ്ങളാണ് ഇത്. എന്തൊരു ഒരു കണക്കുറ ഞാൻ എടുത്ത് വെച്ചതാണ്, മറന്നുപോയി. ഒന്ന് കുളിക്കേണ്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ. കണ്ടോ, നിങ്ങൾ കണ്ടോ ചിത്രശലഭം എന്നത്? ആണ്ട ഇപ്പം ഫുള്ളുമായി, മൊത്തത്തിനെ ഇളക്കി വിട്ടതാ. ഇവിടെ എന്തോ പ്രത്യേകത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇവിടെ ഫുള്ളും വേണ്ട ചിത്രശലഭമായി. എല്ലാത്തിനും അടിച്ച് ഓട്ടിച്ച്. അങ്ങോട്ടൊക്കെ നോക്കേ, അടിപൊളി. വീട്ടിൽ നിന്ന് ഒരു 2-3 ചപ്പാത്തിയൊക്കെ എടുത്തേട്ടോ. അപ്പം വഴി കിടന്ന് പെട്ടുകൊണ്ടെന്ന് പറഞ്ഞിട്ടെ, അല്ലേ പിന്നെ നമ്മൾ തെന്മലയൊക്കെ ചെല്ലണം ഉണ്ണണമെങ്കിൽ. അന്നേരം ഊണുന്ന സമയം കഴിയും. അപ്പോൾ എന്തായാലും ആ 2-3 ചപ്പാത്തി ഉണ്ട്. ഇനി എത്ര എടുത്ത് വെച്ചെന്നറിയാൻ വയ്യ. എന്തായാലും നമുക്കത് കഴിച്ചിട്ട് പോവാം. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഇത് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നില്ലേ. പണി പാളി. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കറി ഇതിനകത്ത് അങ്ങ് ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയിൽ പൊറോട്ടയിലൊക്കെ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്ന ഒരു വല്ലാത്തൊരു അടിപൊളി ഒരു ടേസ്റ്റാണ്. ഇപ്പം വാഴയിലയിൽ ഇപ്പം കൊള്ളാം, നല്ല രസമുണ്ട്. പട്ടിണി കിടക്കണ്ട. മറ്റേ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അങ്ങ് റോഡെത്തിയാൽ മതിയാന്നുള്ള ഒരു ഇതാ. ഇത് നമുക്ക് പതുക്കെ പോയാൽ മതി. ആണ് കേട്ടോ, അടിപൊളിയല്ലേ. നോക്കേ, ഈ കല്ലിനകത്തിരുന്ന് കഴിച്ചു. 4 വീട്ടിനും ഇതേക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ടൊക്കെ വീടുണ്ട് കേട്ടോ. 1-2 വീടുണ്ടെന്ന് പറഞ്ഞു. ഒരു മഴയും കൂടെ പെയ്തായിരുന്നെങ്കിൽ സൂപ്പർ ആയനായിരുന്നു. മഴയില്ല, പക്ഷെ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് മാമ്പഴത്തറ ഇങ്ങനെ വരുമ്പോൾ ഇതേ കണക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇത് കണക്ക് ആദ്യമായിട്ടാണ്. നമ്മുടെ ചിത്രശലഭമൊക്കെ വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും അവിടെ വന്നിരിപ്പുണ്ട്. ഇനി നമ്മൾ ഓട്ടിക്കുന്നില്ല, അവരവിടെ ഇരിക്കട്ടെ. നമ്മൾ യാത്ര എങ്ങനെ തുടരാം. അപ്പം അടുത്ത മാമ്പഴത്തറയിലോട്ട് പോകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം. ഇവിടെ നിന്നിട്ട് കുളിക്കാത്തതിനൊരു വിഷമമുണ്ട് കേട്ടോ. ഒന്ന് കുളിക്കാതെ പോണതിലൊരു വിഷമമുണ്ട്. അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം, നല്ല അരുവിയാണ് കേട്ടോ. ഇത് കണ്ടോ സുഹൃത്തുക്കളെ.